സന്യാസിനിമാരോട് നിങ്ങൾ എന്തിനാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് ചാരിറ്റിയുമായി പോകുന്നത്? നിങ്ങളുടെ നാട്ടിൽ തന്നെ പോരെ, ക്രിസ്ത്യാനികൾക്കിടയിൽ തന്നെ പോരെ എന്ന വലിയൊരു ചോദ്യം ഓരോ ക്രിസ്ത്യാനികളും ഉത്തരേന്ത്യയിൽ ആക്രമിക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. അതിനൊരു മറുപടിയാണ് സിസ്റ്റർ സോണിയ ചാക്കോ തന്റെ അനുഭവത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഉത്തരമിതാണ്: മകനെ, മകളെ, സന്യാസിനിമാർ ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോയില്ലായിരുന്നു എങ്കിൽ ഒരുപാട് പേർ ചുവന്ന തെരുവിൽ അലഞ്ഞേനെ. ഇതൊരു കല്യാണത്തിന്റെ കഥയാണ്, ഒരു അതിജീവിതയുടെ കഥയാണ്. മഠത്തിൽ ഒരു കല്യാണം എന്ന ശീർഷകത്തിലാണ് സിസ്റ്റർ തന്റെ കുറിപ്പ് ആരംഭിക്കുന്നത്. 2010 ആരംഭം. 2 കുട്ടികളെക്കുറിച്ചാണ് സിസ്റ്റർ പറയുന്നത്. അപ്പനും അമ്മയും HIV പോസിറ്റീവായി കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ അവർ ഇരുവരും HIV നെഗറ്റീവായിരുന്നു. അപ്പനൊരു ട്രക്ക് ഡ്രൈവറായിരുന്നു. പെട്ടെന്ന് അപ്പൻ രോഗം മൂർച്ഛിച്ച് മരണമടഞ്ഞു. മാനസയുടെ അമ്മയെ ഞങ്ങൾ മഹാരാഷ്ട്രയിൽ സിസ്റ്റേഴ്സ് പരിപാലിച്ചു കൊണ്ടിരുന്ന കരുണ സെന്ററിലേക്ക് നന്നായി പരിചരിക്കുന്നതിനായി കൊണ്ടുപോയി. മൂത്ത മകനെ ഒരു ബോയ്സ് ബോർഡിംഗിൽ ആക്കുകയും ഇളയവൾ മാനസയെ സെന്റ് സേവിയേഴ്സ് സ്കൂളിലും ചേർത്ത് പഠനം ആരംഭിച്ചു. മാനസ 3ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവളുടെ പ്രിയപ്പെട്ട അമ്മ ഈ ലോകം വിട്ട് യാത്രയായി. അന്ന് ഞാൻ മഹാരാഷ്ട്രയിൽ ബോർഡിംഗ് ചാർജ് ആയിരുന്നു. പ്രത്യേകിച്ചും എയ്ഡ്സ് രോഗിയുടെ മകളായതിനാൽ സ്കൂളിലെ അധ്യാപകരും രക്ഷകർത്താക്കളും ഭയപ്പെട്ടപ്പോൾ എൻ്റെ സഭാ സഹോദരിമാർ എത്ര സ്നേഹത്തോടെ അവരെ ചേർത്ത് പിടിച്ചു എന്ന് അഭിമാനത്തോടെ പറയാതിരിക്കാൻ വയ്യ. വൈകുന്നേരം ആ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഒക്കെ എവറസ്റ്റ് കീഴടക്കുന്ന സന്തോഷമായിരുന്നു എനിക്ക്. ഇങ്ങു സാക്ഷര കേരളത്തിൽ കൊട്ടിയൂരിൽ 2 കുഞ്ഞുങ്ങളെ ക്ലാസ്സിലിരുത്താൻ മടിച്ചപ്പോൾ ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചത് മലയാളികളായ വിൻസെൻഷ്യൽ സന്യാസിനിമാരായിരുന്നു. അമ്മയുടെ മരണശേഷം മാനസ ആന്ധ്രയിൽ നിന്നുള്ള കുട്ടിയായതിനാൽ അമലാപുരത്ത് ഞങ്ങൾ നടത്തുന്ന ബോർഡിങ്ങിലേക്ക് അവളെ മാറ്റി പഠിപ്പിച്ചു. അങ്ങനെ അന്ന് മുതൽ മാനസ ഞങ്ങളുടെ മകളും എൻ്റെ കുഞ്ഞനുജത്തിയുമായി. DLMLT അവൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരീക്ഷയ്ക്കൊരുക്കിയത് ക്ലാരമ്മ സിസ്റ്ററായിരുന്നു. ഒരു പേരക്കുട്ടിയെപ്പോലെ അവളെ പരിപാലിച്ചു. ക്ലാരമ്മ സിസ്റ്റർ വീട്ടിൽ നിന്നും അവൾക്കൊരു സ്വർണ്ണ കമ്മൽ പരീക്ഷാ വിജയത്തിൽ സമ്മാനമായി കൊടുത്തതോർക്കുന്നു. മാനസയ്ക്കാകെ ഉണ്ടായിരുന്ന ആങ്ങള 12ാം ക്ലാസ്സിന് ശേഷം മഹാകുടിയനായി കറങ്ങി നടക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും നന്നാവുന്നില്ല. മാനസയുടെ കല്യാണം കഴിഞ്ഞ വർഷം വളരെ ഭംഗിയായി നടന്നു. അവളെ തുടർന്നുള്ള ജീവിതത്തിൽ ചേർത്ത് പിടിക്കാൻ സന്നദ്ധതയുള്ള ശ്രീകാന്തിന്റെ കയ്യിൽ അവളെ സുരക്ഷിതയായി ഏൽപ്പിച്ചു കൊടുത്തത് ഞങ്ങളുടെ സുപ്പീരിയർ സിസ്റ്റർ മഗ്ദലേൻ ആണ്. മാനസയും ശ്രീകാന്തും ഒരുമിച്ച് ഇന്ന് വിളിച്ചു. നിങ്ങളോടും പറയട്ടെ ആ ഒരു സന്തോഷ വാർത്ത. ഉടൻ ഒരു കുഞ്ഞുവാവ അവർക്ക് ജനിക്കുന്നതാണ്. എത്രയെത്ര മാനസമാരുടെ ജീവിതകഥകൾ ഇനിയും ബാക്കിയാണ്. സിസ്റ്റേഴ്സ്, നിങ്ങൾ എന്തിനാ മറ്റ് സ്ഥലങ്ങളിലേക്ക് ചാരിറ്റിയുമായി പോകുന്നത്? മകനെ, മകളെ, പോയില്ലായിരുന്നെങ്കിൽ മാനസമാർ ചുവന്ന തെരുവിൽ അലഞ്ഞേനെ. ഇതൊരു കല്യാണ കഥയാണ്, ഞങ്ങളുടെ മാനസമോളുടെ അല്ല, ഇതൊരു അതിജീവിത കഥയാണ്.